ആദ്യം തന്നെ ഞങ്ങൾ കേൾക്കാൻ തയ്യാറായ മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും ഒരു നന്ദി പറയാണ്. കാരണം ഞങ്ങൾ ഒരു 10-40ഓളം നിക്ഷേപകർ ഒരു സ്വകാര്യ ഇൻഡസ്ട്രിയൽ പാർക്കിൽ പൈസ നിക്ഷേപിച്ച് പദ്ധതിയുമില്ല പൈസയില്ലാത്ത ഒരവസ്ഥയിലായി പോയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാരിൻ്റെ സ്വകാര്യ ഇൻഡസ്ട്രിയൽ പാർക്ക് 10 ഏക്കറിൽ മതി എന്നുള്ള ആ ഒരു നിയമത്തിനെ ചൂഷണം ചെയ്തിട്ട് ഒരു വ്യക്തി നിക്ഷേപങ്ങൾ സ്വീകരിച്ചാണ്. അയാൾക്ക് അതിനുള്ള യാതൊരു രേഖകളും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാ രേഖകളും കിട്ടിയെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് ഞങ്ങളിൽ നിന്ന് പൈസ മേടിച്ചത്. ഇപ്പോൾ 1-2 വർഷത്തോളമായി ഞങ്ങളിങ്ങനെ ഒരുപാട് സ്റ്റേഷനുകളിൽ കയറി ഇറങ്ങുകയാണ്. പക്ഷേ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ കുറച്ച് രാഷ്ട്രീയ സ്വാധീനം മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലൊരു രൂപം ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുക, നിങ്ങളെ കയ്യിൽ തന്നിട്ടുണ്ട്. സർക്കാരിൻ്റെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങാനുള്ള അനുമതി ദുരുപയോഗം ചെയ്ത് അബ്ദുൽ സലാം വെള്ളേങ്ങര മരഞ്ചാട്ടി എന്ന വ്യക്തി ആളുകളിൽ നിന്ന് 2020-23 കാലഘട്ടത്തിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും 11 മാസം തികയുമ്പോൾ ലാഭവിഹിതം തരാമെന്നും താല്പര്യമില്ലാത്തവർക്ക് പണം പിൻവലിക്കാൻ സൗകര്യമുണ്ടെന്നും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ആളുകളിൽ നിന്ന് പണം സ്വീകരിച്ചത്. പ്രവാസി പുനരധിവാസ പദ്ധതി എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യം ചെയ്ത് 5 മുതൽ 10 ലക്ഷം വരെ ഇയാൾ ആളുകളിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട്. പദ്ധതി നടക്കാതെ വന്നപ്പോൾ പണം തിരികെ തരാമെന്ന വാക്കുകൾ അയാൾ മാറ്റി മാറ്റി പറയുകയും പണം ലഭിക്കാതിരിക്കുകയും നിക്ഷേപകർ ചില അന്വേഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ തോട്ടഭൂമിയിലാണ് വ്യവസായ പാർക്ക് തുടങ്ങാൻ സർക്കാരിനോട് അനുമതി തേടിയതെന്ന് മനസ്സിലായി. അതായത് തോട്ടഭൂമി കാണിച്ചിട്ടാണ് ഇയാൾ വ്യവസായ പാർക്ക് തുടങ്ങാൻ പോകുന്നത്. അതിന് സർക്കാരിൻ്റെ യാതൊരു അനുമതിയും ഇല്ലാത്തതാണ്. സർക്കാരിൻ്റെ യാതൊരു അനുമതി ലഭിക്കുന്ന തന്നെ അയാൾ ജനങ്ങളിൽ നിന്നും പണം വാങ്ങി. അയാളുടെ കയ്യിൽ സർക്കാരിൻ്റെ ഒരു അനുമതിയും ആ തോട്ടഭൂമിയിൽ ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങാൻ വേണ്ടി അയാൾക്ക് ലഭിച്ചിട്ടില്ല. അതിന് മുമ്പ് തന്നെ ആളുകളിൽ നിന്ന് ഇയാൾ നിക്ഷേപം. ഇതിൻ്റെ ഏറ്റവും പ്രധാന ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 70% പ്രവാസികളുടെ കയ്യിൽ നിന്നാണ് ഇയാൾ പണം സ്വീകരിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിൻ്റെ ഒരു നിക്ഷേപ പദ്ധതികളെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം പ്രവാസികൾ അധികം ഇവിടെ നിക്ഷേപിക്കാതെ ഇവിടെ കൂടുതൽ തട്ടിപ്പ് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഇതിൽ ഇയാൾ തന്നെ രേഖയിൽ പറയുന്നുണ്ട് 3 കോടി രൂപയോളം ഇതിൻ്റെ അടിസ്ഥാന വികസനത്തിന് സർക്കാരിൻ്റെ ഗ്രാൻഡ് ഉണ്ട്. വ്യവസായ മന്ത്രിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു സർക്കാർ പദ്ധതി എന്ന രീതിയിലൊക്കെയാണ് ഇയാൾ ഇതിനെ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൾ നന്നായി വാചാലമായി സംസാരിക്കാനുള്ള കഴിവുള്ള ആളും കൂടി ആയതുകൊണ്ട് ഒരു 10-70% ഇതിൽ പ്രവാസികളാണ് ഇതിൽ നിക്ഷേപിച്ചത്. ഇപ്പോൾ അവർക്ക് തന്നെ ആർക്കും ഇവിടെ വരാനോ കേസ് കൊടുക്കാനോ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനെതിരെ എന്തായാലും കർശനമായ നടപടി സർക്കാർ തന്നെ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള കാറ്റലോഗും 3D ആനിമേറ്റഡ് വീഡിയോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് നമ്മൾ ഈ കേരളത്തിൽ ഇങ്ങനത്തെ തട്ടിപ്പുകൾ നടന്നു പോകുന്നത്. സാധാരണ ഇല്ല മണി ചെയിനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. കാരണം ഇതിലിപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഒരു ഇൻഡസ്ട്രിയൽ പാർക്കാണ്. അതിനകത്ത് വരുന്ന എല്ലാ പദ്ധതികളിലും നിങ്ങൾക്കൊരു പാർട്ണർഷിപ്പ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭം എത്രയെന്നൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു മരഞ്ചാട്ടിയിലുള്ളൊരു തോട്ടഭൂമിയാണ്. അപ്പോൾ ഇത് തോട്ടഭൂമിയിൽ പദ്ധതി വരും അങ്ങനെയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ആളുകളെ ഇതിലേക്ക് ഇയാൾ ചേർക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഞങ്ങൾ പല ലോക്കൽ സ്റ്റേഷനുകളിലും പരാതി കൊടുത്ു. കുറേ പേര് കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിൽ ആകെ ഇയാളുടെ പേരിൽ ഒരു FIR ഇട്ടത് പറവൂർ സ്റ്റേഷനിൽ മാത്രമാണ്. വേറെയുള്ള സ്റ്റേഷനിലൊന്നും ഇയാളുടെ പേരിൽ യാതൊരു FIR-ഉം ഇല്ല. ഞങ്ങൾ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ആ സാമ്പത്തിക തട്ടിപ്പ് കേസ് അത് പറയുമ്പോൾ തന്നെ ആളുകൾക്കൊരു ഇതാണ്, നിങ്ങളെന്തോ അമിത ലാഭം നേടാൻ വേണ്ടി. ഇതൊന്നുമില്ല. ഈ റിട്ടയർമെൻറ്റ് പ്ലാൻ എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇത് ചെയ്തിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ലാത്ത സാധാരണക്കാരന് എന്തെങ്കിലും ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ എന്നുള്ള രീതിയിൽ സർക്കാരിൻ്റെ എല്ലാ സബ്സിഡിയും കാര്യങ്ങളും മേടിച്ചിട്ട് ചെയ്യുന്ന ഒരു പദ്ധതിയാണെന്നുള്ള രീതിയിലാണ് ആളുകൾ ഇതിൽ പൈസ നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ലോക്കൽ സ്റ്റേഷനുകളിൽ ഞങ്ങൾക്ക് നടപടിയൊന്നും ഇല്ലാതെ വന്നപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തുള്ള കോമ്പിറ്റൻ്റ് അതോറിറ്റിക്ക് ഞങ്ങൾ നേരിട്ട് പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്നു. ബഡ്സിൻ്റെ കോടതിയിൽ ഇയാളെ കേസ് എത്തി. അവിടുന്ന് ബഡ്സ് അന്വേഷണം നടന്നു. ഇയാളുടെ മുഴുവൻ ഭൂമികളും ഫ്രീസ് ചെയ്യാനുള്ള ഓർഡർ വന്നു. ഈ ഓർഡർ വന്നു. അതിൻ്റെ ഉള്ള ജിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ പോലും അയാൾ അവിടുത്തെ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം എടുത്തിട്ട് വീണ്ടും പുതിയ തട്ടിപ്പ് പരിപാടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞങ്ങൾ ഇന്ന് IG-ൻ്റെ ഓഫീസിൽ ഒരു പരാതി കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അയാൾ ഒരു വില്ല പ്രൊജക്റ്റ് ഇത് ഇയാൾ നടത്തുന്നത് മുഴുവൻ പ്രവാസികളെ വിദേശത്താണ് നടത്തുന്നത്. അപ്പോൾ നാട്ടിലുള്ള ആളല്ലേ ഇയാളൊരു വിശ്വാസം നേടിയെടുത്തിട്ട് അതിന് അവർ കുറച്ച് ആത്മീയ വഴികളും അല്ലാത്ത വഴികളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ആളുകൾ അതിൽ പൈസ നിക്ഷേപിക്കും. ഇപ്പോൾ അയാൾ കൊണ്ടുവരാൻ പോകുന്ന 2 പദ്ധതി എന്ന് പറയുന്നത് ഒന്ന് ഒരു വില്ല പ്രൊജക്റ്റ് കാസർഗോഡ് വിസ്റ്റ വില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആഡ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ജബൽ ഇൻഡസ്ട്രിയൽ പാർക്ക് ഇതുപോലെ ഈ കപ്പൽ സർവീസ് നമ്മൾ ബേപ്പൂരിന്ന് ദുബായിലേക്കുള്ള കപ്പൽ സർവീസ് അതിനും അവർ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ണൂരിൽ എന്തോ ഒരു പദ്ധതി ഈ തുടങ്ങിയ പദ്ധതിയിലുള്ള ആളുകളെ പൈസ സെറ്റിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനോ ഈ വ്യക്തിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല.
അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും റിപ്പോർട്ടാക്കണം. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ ആളുകൾ ഈ തട്ടിപ്പിലേക്ക് പോകും. അപ്പോൾ ഈ തട്ടിപ്പിൽ ഇനിയും ആളുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ എല്ലാവരും റിപ്പോർട്ടാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. പിന്നെ അതിനുള്ള ഞങ്ങളവിടെ പദ്ധതി നടക്കുന്നുണ്ടെന്നും പിന്നെ ഞങ്ങളെ ലാഭവിഹിതം ഇത്രയാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഒരുപാട് നോട്ടീസുകൾ തന്നിട്ടുണ്ട്. പക്ഷേ ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാവരും ചില്ലറ പൈസ ഒക്കെ കിട്ടിയെന്നല്ലാതെ. പിന്നെ കൂടുതൽ അന്വേഷണം നടന്നപ്പോൾ അതൊരു തോട്ടഭൂമിയാണ്, അവിടെ ഒന്നും നടക്കില്ല എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ള പൈസകൾ ഇയാളെ ഭൂമിയിൽ നിന്ന് ഈടാക്കി തരിക. കാരണം ഇയാൾക്ക് 20 ഏക്കർ ഭൂമി അവിടെ ഉണ്ട്. പക്ഷെ അത് വിൽക്കാനോ പണം വെക്കാനോ അങ്ങനെ ഞങ്ങളെ സെറ്റിൽ ചെയ്യാനോ ഒന്നും ഇയാൾ തയ്യാറല്ല. പിന്നെ അതെ, റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് ഒരു 20 ഏക്കറിലൊരു വ്യവസായ പാർക്ക് വരികയാണ്. അതിൻ്റെ ഉള്ളിൽ ഫുഡ് പ്രോസസ്സിങ്, FMCG അങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തു നിന്നൊക്കെ ഉള്ള ഒരു ലാഭവിഹിതം നിങ്ങൾക്ക് ഉണ്ടാവും. അത്രേ അയാൾ പറഞ്ഞിട്ടുള്ളൂ. അല്ല നിങ്ങൾക്ക് ഇത്ര തരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, അതിന് അയാൾ കുറേ ഡോക്യുമെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. ഡോക്യുമെൻറ്റ്സ് ഈവൻ എന്താ പറയുക, രാജീവ് സാർ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു എന്ന് വരെ പറഞ്ഞിട്ട് അയാൾ ഓരോ ലെറ്ററുകൾ ഞങ്ങളിങ്ങനെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അയാളുടെ ഒരു വാചാലത എന്ന് പറയുന്നത് അത്രയാണ്. ഞാൻ വേണം അയാൾ 1-2 യൂട്യൂബ് വീഡിയോകൾ തരാം. അത്രയും ആളുകളെ കൺവിൻസ് ചെയ്യാൻ ഞങ്ങൾ അത്രത്തോളം എന്താ പറയുക എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളല്ല, നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് അയാളെ വിശ്വസിച്ച് പോയതാണ്. സംഭവം അതാണ്. പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ അയാളുടെ തട്ടിപ്പ് പൂർണ്ണമായും ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അയാളുടെ മുഴുവൻ പദ്ധതികളെയും ഫ്രീസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓർഡർ ബഡ്സ് കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ അയാൾ ഇപ്പോൾ ജാമ്യം എടുത്തിട്ട് അയാൾ പുതിയ പരിപാടികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ പേര് ഷബീർ. ഞാൻ ഈ ജബൽ ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ സെക്രട്ടറിയാണ്. പ്രസിഡന്റ് പേര് അക്ബർ അലിയാണ്. മറ്റുള്ളവർ സുഖമില്ലാതെ എത്താൻ പറ്റിയിട്ടില്ല. ഞങ്ങളുടെ പറഞ്ഞിരുന്നത് 11 മാസത്തിന് ശേഷം നിങ്ങൾക്ക് ലാഭവിഹിതം തന്നു തുടങ്ങുമെന്നായിരുന്നു. ഇനി അത് വേണ്ടാത്തവർക്ക് 15 മാസത്തിന് ശേഷം നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാം എന്നാണ് പറഞ്ഞിരുന്നത്. ഞങ്ങൾക്ക് അത്രയും സമയം വെയിറ്റ് ചെയ്തു. പിന്നെ 1 വർഷത്തിന് ശേഷം പിന്നെ ലാഭവിഹിതം ചോദിച്ചപ്പോൾ പറഞ്ഞത് കുറച്ച് ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ബിസിനസ്സാണ്, നീണ്ടുപോയി. പിന്നീട് അന്വേഷിക്കുന്ന അവസരത്തിൽ ഇയാൾ ഫോൺ എടുക്കുന്നില്ല. സ്റ്റാഫുകളെ വിളിച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റാഫുകളും ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ അയാൾ ചെയ്തിട്ടുള്ളത് ഓഫീസ് പൂട്ടി, സ്റ്റാഫുകളെല്ലാം ശമ്പളവും കൊടുത്തിട്ടില്ല, പിരിച്ചു വിട്ടു. പിന്നെ ഇയാളെ വീട് അന്വേഷിച്ച് പിടിച്ചെന്നപ്പോൾ അയാൾ ഭാര്യനെ ഡൈവേഴ്സ് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് 18 വയസ്സായ ഒരു മോളും പിന്നെ അതിന് താഴെ ഒരു മോനും അതിന് താഴെ ഒരു മോളുണ്ട്. ഇവർക്ക് ഇപ്പോഴും പിന്നെ തിരുവമ്പാടി സ്റ്റേഷൻ ഇടപെട്ടും കൊണ്ട് ചിലവിന് കാശ് കൊടുക്കാൻ പറ്റും. മാസം 4000 രൂപ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കാം. അവിടുന്ന് പിന്നെ SI രമ്യ മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഈ എഗ്രിമെൻറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു നോട്ടറി വക്കീൽ അറ്റസ്റ്റ് ചെയ്തുകൊണ്ട്. പക്ഷേ ഇപ്പോൾ അയാൾ അതും കൊടുക്കുന്നില്ല. അയാളെ വിളിച്ചാൽ അയാൾ ഫോൺ എടുക്കുന്നില്ല, തെരഞ്ഞു പോയാലും അയാളെ കാണുന്നില്ല. അങ്ങനെ അയാൾ വീടിൻ്റെ അടുത്ത് തന്നെ വലിയൊരു വീടാണ്, ഒരു 3 കോടി രൂപ വില മതിക്കുന്ന വീടാണ്. അതിനടുത്ത് തന്നെ അവരെ ഉമ്മയും താമസിക്കുന്നുണ്ട്. ഉമ്മാനെ കണ്ടു വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേസിന് പോകുന്നവർ പോയിക്കോട്ടെ, അത് 15 വർഷം 20 വർഷമൊക്കെ പിടിക്കും, അപ്പോൾ ആലോചിക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷെ അപ്പോഴും ഞങ്ങൾ പിന്നെ ഇതൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞത് ഏകദേശം ഒരു 50ഓളം ആളുകൾ ഞങ്ങളെ ഗ്രൂപ്പിലുണ്ട്. ഇയാൾ ഏകദേശം 100ഓളം ആളുകളെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ട് നമ്മുടെ അടുത്ത് കിട്ടിയ രേഖ പ്രകാരം. അതിൽ കുറേ ആളുകളായിട്ടും ബന്ധപ്പെടാൻ കഴിയുന്നില്ല. കാരണം അതിൽ ഈ എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ഈ മതപരമായിട്ട്, അതായത് പള്ളി ഇമാമുകളായിട്ടുള്ള ആളുകൾ, മദ്രസ അധ്യാപകരൊക്കെ നല്ലൊരു ശതമാനമുണ്ട്. ഗൾഫിലാണ്, വാട്സപ്പ് ഒന്നും ഉപയോഗിക്കാത്ത ആളുകളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബന്ധപ്പെടാനൊക്കെ പ്രയാസം നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ആളുകൾ ഇതായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് ആളുകൾ നിങ്ങളുടെ കൂടെ കൂടുന്നില്ല, ഞങ്ങൾ മറ്റു വല്ല വഴികളും കിട്ടാൻ ഞങ്ങൾക്ക് ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഒഴിവായതാണ്. നിയമത്തിൻ്റെ വഴി കൂടി പോവുക എന്നുള്ള നിലക്ക് മാത്രമാണ് ഞങ്ങൾ ഈ കുറച്ച് ആളുകൾ, ഈ 50-ൽ താഴെ ആളുകൾ ഒരുമിച്ച് നിന്നും കൂടി പ്രവർത്തിക്കുന്നത്. ഇയാൾ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ കഴിഞ്ഞാലും ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച എന്നുള്ളതാണ് പല ആളുകളുടെ സമയം പറഞ്ഞ് നീട്ടുന്നത്. അപ്പോൾ ഇത്രയും സമയം പറഞ്ഞു, കാരണം ഇത് 2-3 വർഷമായി ഇത് ആളുകൾ. കാരണം ഇതിൽ ഇപ്പോൾ രോഗി വളരെ അവശനിലയിലാണ്, വയനാട് സ്വദേശിയാണ്, ക്യാൻസറാണ്. അങ്ങനെ ഓരോ ആളുകളും വളരെ അവശരായിട്ടുള്ള ആൾ തന്നെയാണ്. കാരണം പ്രവാസികളുടെ ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ അതാണ് മൂപ്പര് പ്രധാനമായിട്ടും ഗൾഫിൽ പോയി ക്യാൻവാസ് ചെയ്ത സമയത്ത്. അപ്പോൾ ഇതിൽ 2 ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് നമ്മളെ കൂടെ. ഒരാൾ ലുക്കീമിയാണ്, മറ്റേ ആൾ ഇപ്പം വളരെ ആവശ്യമന്തതയിലാണ്. എന്തെങ്കിലും ഒരു പൈസ അയാൾക്ക് കിട്ടുന്ന ഒന്നുമില്ല.
അപ്പം ഞങ്ങളിത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ എല്ലാവരും പറയുന്നത് നിങ്ങൾ പിന്നെ അമിത ലാഭം മോഹിച്ച് അമിത ലാഭമൊന്നും ഞങ്ങൾ മോഹിച്ചല്ല. ഞാൻ പറഞ്ഞല്ലോ ഈ റിട്ടയർമെൻറ്റ് പ്ലാൻ എല്ലാവർക്കും ഇല്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഇതിലാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഓരോരുത്തർ ചെയ്യുന്നത്. പിന്നെ ഇതാണിപ്പോൾ അയാളെ ഭൂമി, ഈ ഒരു ഭൂമി ഒരു 20 ഏക്കർ അയാൾ ഒരു JCB ഉപയോഗിച്ച് നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇടക്കാലത്ത് അന്വേഷണം വന്നപ്പോൾ അയാൾ നിങ്ങൾക്ക് ഇത്രയും പൈസ തരാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊരു നോട്ടീസൊക്കെ അയച്ചു. പക്ഷേ ഈ കാശൊന്നും ആർക്കും കിട്ടിയിട്ടില്ല. പിന്നെ ഞങ്ങൾ വല്ലാതെ പ്രഷർ ചെലുത്തിയപ്പം പിന്നെ തിരുവമ്പാടി സ്റ്റേഷനിൽ നിന്ന് അവരെ വിളിപ്പിച്ചു. ഞങ്ങൾക്കൊരു 7 പേർക്ക് ചെക്ക് കിട്ടി. CA ഇടപെട്ട് സംസാരിച്ച് 7 പേർക്ക് ചെക്ക് കിട്ടി. അപ്പം ഞങ്ങൾ വിചാരിച്ചു 7 പേർക്കെങ്കിലും കാശ് കിട്ടുമായിരുന്നു. പക്ഷേ ആ ചെക്ക് മൊത്തം അയാൾ ബൗൺസാക്കി. എന്നിട്ട് അയാൾ ചെക്കിന് മറുപടി അയച്ചിരിക്കുന്നത് ഞാൻ അങ്ങനെ ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ ക്രൈംബ്രാഞ്ചും ഞങ്ങളോട് പറഞ്ഞത് ഏറ്റവും നല്ല ഫ്രോഡുകളുടെ ഒരു രീതിയാണിത്. കാരണം അവർ ഒരാളെ കൂളാക്കാൻ അവർക്ക് കഴിയും. നമ്മൾ ഒരു വിഷയമായിട്ട് ചെല്ലുമ്പോൾ അവർ കൂളാക്കി വിടാനുള്ളൊരു പ്രത്യേക കഴിവ് അയാൾക്കുണ്ട്. പക്ഷേ ആളുകളെ പൈസ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ തന്നെ 1,62,00,000 രൂപയോളം ഞങ്ങൾ കൂടെ ഉണ്ട്. പിന്നെ ബാക്കി ലിക്വിഡ് ക്യാഷ് കൊടുത്ത ആളുകളുണ്ട്. അവർക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഇയാളൊരു പ്രവാസിയാണ്. ഏത് നിമിഷം ഇവിടുന്ന് മുങ്ങായി എന്നുള്ള രീതിയിലുള്ള ഒരാളാണ്. സൗദിയിൽ പിന്നെ പരിപാടികളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഇയാൾ ഞങ്ങളോട് പറഞ്ഞിരുന്നത്, അതായത് 20 ഏക്കർ ഭൂമി ഗവൺമെൻറ് അനുമതി കിട്ടിയിട്ടുണ്ട്, ഇത് LLPയിൽ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന കാശിന് പിന്നെ ആനുപാതികമായിട്ട് നിങ്ങളുടെ പേരിൽ അത് LLP രജിസ്ട്രേഷൻ ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരുന്നത്. അത് അയാൾ ചെയ്തിട്ടില്ല. അയാൾ ഞങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ 2.5 ഏക്കർ ഭൂമി മാത്രമാണ് LLPയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് അയാളുടെ പേരിലും അയാളുടെ ഭാര്യയുടെ പേരിലുമായിരുന്നു. പിന്നീട് ഭാര്യനെ ഡൈവേഴ്സ് ചെയ്തപ്പോൾ അത് അനിയൻ റഷീദ് എന്ന് പറഞ്ഞ ആളെ പേർക്ക് മാറ്റി. അങ്ങനെ വെറും ഈ 2 ആളുകളുടെ പേരിൽ മാത്രമാണ് LLP രജിസ്ട്രേഷൻ ഇയാൾ ചെയ്തിട്ടുള്ളത്. മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് ഈ ഓരോ റെസിറ്റ് മാത്രമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ഇതേപോലെ അയാൾ കൊടുത്ത കാശിന് റെസിറ്റ് തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ അയാൾ തന്നൊരു എഗ്രിമെൻ്റും ഉണ്ട്. എല്ലാവരും മിക്ക ആളുകളും പിന്നെ ബാങ്ക് വഴിയാണ് ക്യാഷ് കൊടുത്തിരിക്കുന്നത്. അക്ബർ അലി, ഷബീർ, മുഹമ്മദ് അബ്ദുറഹ്മാൻ, ഷബീർ അഹമ്മദ് കെ, പ്രസിഡന്റ് അക്ബർ അലി എ. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇയാളെ അറസ്റ്റ് ചെയ്യുക. കാരണം എന്താണ്, ഇയാൾ ഏത് നിമിഷം മുങ്ങാനുള്ളൊരു അവസ്ഥയിലായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനുകളിൽ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ IGക്ക് മൊത്തത്തിലൊരു പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഹൈക്കോടതിയിൽ ഇപ്പം അയാൾ ഞങ്ങൾക്കെതിരെ ഒരു റിട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെ അല്ല, ഞങ്ങളെപ്പോൾ ഒരു ശത്രുക്കളായിട്ടാണ് അയാൾ കാണുന്നത്. ഞങ്ങൾ അയാളെ പദ്ധതിയെ തടസ്സം വെക്കുന്നു. അതാണ് ഇപ്പോൾ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.